ദൈവത്തെയും അവിടുത്തെ പദ്ധതിയെയും ധിക്കരിക്കുവാൻ അവർ സ്വതന്ത്രരായി തീരുമാനിച്ചു. സാത്താൻ ദൈവത്തെയും അവിടുത്തെ പദ്ധതി ധിക്കരിക്കുവാൻ. ദൈവത്തിനെതിരെയുള്ള അവരുടെ തീരുമാനം അന്തിമമാണ്. ദൈവത്തിനെതിരായുള്ള തങ്ങളുടെ സമരത്തിൽ മനുഷ്യരെ ഉൾപ്പെടുത്താൻ പിശാചുക്കൾ നിരന്തരം പരിശ്രമിക്കുന്നു. ഉണ്ടോ? ദൈവത്തിന് എതിരെയുള്ള തങ്ങളുടെ സമരത്തിൽ മനുഷ്യരെ ഉൾപ്പെടുത്താൻ പിശാചുക്കൾ നിരന്തരം പരിശ്രമിക്കുന്നു. സാത്താൻ നിരന്തരം ദൈവത്തിന് എതിരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അവന് ഏതെങ്കിലും വിധത്തിൽ മനുഷ്യനെയും അതിനകത്ത് ഉൾപ്പെടുത്തി മനുഷ്യനെ കൊണ്ട് പാപം ചെയ്ത് തിന്മ ചെയ്ത് ദൈവത്തിനെതിരെ പ്രവർത്തിക്കാനായിട്ട് നിരന്തരം പ്രേരണ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ നിന്ന് നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചത് വ്യക്തമായിട്ട് സഭ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. അതിനു വേണ്ടിയാണ് നമുക്ക് നല്ല ഒരു അവബോധമുണ്ടാവണം. സാത്താൻ ആരാണെന്നും അവൻ്റെ പ്രവർത്തനം എന്താണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി മുന്നേറണം. സാത്താനെയും അവൻ്റെ കോട്ടകളെയും തകർക്കാൻ തക്കവണ്ണം അഭിഷേകം നമ്മുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് പകരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 31 മുതൽ 36 വരെയുള്ള വചനങ്ങൾ. പിന്നെ അവൻ ഗലീലിലെ ഒരു പട്ടണമായ കഫർനാമിലെത്തി സാബത്തിൽ അവരെ പഠിപ്പിച്ചു കൊണ്ടിരുന്നു. അവൻ്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായി. കാരണം അധികാരത്തോട് കൂടിയതായിരുന്നു അവൻ്റെ വചനം. യേശുവിൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെട്ട വചനത്തിൽ ദൈവിക അധികാരമുണ്ടായിരുന്നു. അവൻ പറഞ്ഞ വചനത്തിൽ ദൈവത്തിൻ്റെ അധികാരം വെളിപ്പെട്ടുകൊണ്ടിരുന്നു. യേശു എന്തെങ്കിലും പറഞ്ഞോ അത് അധികാരത്തിൻ്റെ വചനമായിരുന്നു. അവിടെ സിനഗോഗിൽ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ ഉണ്ടായിരുന്നു. അവൻ ഉറക്കെ നിലവിളിച്ചു എന്നിട്ട് പറഞ്ഞു, നസറായന യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? അതൊന്നും ശ്രദ്ധിക്കുന്ന വചനമാണ്. അവിടെ പറയുകയാണ്, അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ സിനഗോഗിൽ നിലവിളിക്കാൻ തുടങ്ങി. അവിടെ യേശു ഒരു ഡെലിവറൻസിൻ്റെ പ്രയർ നടത്തുകയോ പിശാചിനെ ബഹിഷ്കരിക്കുന്ന ശുശ്രൂഷ ഒന്നും നടത്തിയില്ല. അധികാരത്തോടെ വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇതാ അവിടെ ഇരുന്ന ഒരുവൻ അലറാൻ തുടങ്ങി. ഒരു ചെറുപ്പക്കാരൻ, അവൻ്റെ മേൽ പിശാചുണ്ട്. അവൻ അലറിക്കൊണ്ട് ചോദിക്കുകയാണ്, നസ്രാന യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങളുടെ കാര്യത്തിൽ. ഞങ്ങൾ എന്ന് പറഞ്ഞ വാക്ക് ബഹുവചനമാണ്. അവൻ എണീറ്റ് ചോദിച്ചാൽ മതി, നീ എന്തിന് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നു എന്ന് ചോദിച്ചാൽ മതി. പക്ഷെ അവൻ ചോദിക്കുന്നത്, എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഒരാൾ എണീറ്റ് ചോദിക്കുക. പക്ഷെ ഇവിടെ സംഭവം എന്താണെന്നറിയാമോ? അവൻ ചോദിക്കുന്നത്, എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? അതായത് ഞങ്ങൾ അവനിൽ ഒത്തിരി അശുദ്ധാത്മാക്കൾ, അരൂപികൾ അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. അവൻ ചോദിക്കുകയാണ്, എന്തിനാണ് ഞങ്ങളുടെ കാര്യത്തിൽ നീ ഇടപെടുന്നത്? ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? നീ ആരാണെന്ന് എനിക്കറിയാം. പറയാ, ആരാണെന്ന് എനിക്ക് അറിയാം. ദൈവത്തിൻ്റെ പരിശുദ്ധൻ. യേശു അവനെ ശാസിച്ചു പറഞ്ഞു, മിണ്ടരുത്, മിണ്ടരുത്, അവനെ വിട്ടുപോകൂ. ആ പിശാച് ഉപദ്രവം ഒന്നും വരുത്താതെ എല്ലാവരുടെയും നടുവിലേക്ക് അവനെ തള്ളിയിട്ടതിന് ശേഷം അവനെ വിട്ടുപോയി. ഉണ്ടോ? പിശാച് അവനെ തള്ളിയിട്ടിട്ട് വിട്ടുപോയി. അവനെ വിട്ടുപോകുക. തൽക്ഷണം പിശാച് വിട്ടുപോയി. ഹല്ലേലൂയ. അടുത്ത വചനം പറയുന്നു, 36-ാമത്തെ വചനത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. എല്ലാവരും അത്ഭുതപ്പെട്ട് പരസ്പരം പറഞ്ഞു, എന്തൊരു വചനമാണിത്! ഇവൻ അധികാരത്തോടും ശക്തിയോടും കൂടെ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുകയും അവ വിട്ടുപോകുകയും ചെയ്യുന്നുവല്ലോ. അവൻ അധികാരത്തോടെ ശക്തിയോടെ അശുദ്ധാത്മാക്കളോട് കൽപ്പിച്ചു. എങ്ങനെ കൽപ്പിച്ചത്? അധികാരത്തോടെ ദൈവശക്തിയോടെ അവൻ കൽപ്പിച്ചു. അശുദ്ധാത്മാക്കൾ വിട്ടുപോയി. അവൻ്റെ കീർത്തി സമീപ പ്രദേശങ്ങളിലെല്ലാം വ്യാപിച്ചു. അവൻ്റെ കീർത്തി സമീപ പ്രദേശങ്ങളിൽ എല്ലാം വ്യാപിച്ചു. പിശാച് അവനിൽ നിന്ന് വിട്ടുപോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വ്യക്തിയിൽ പിശാചിൻ്റെ ഒരു കൂട്ടമുണ്ടായിരുന്നു. വിട്ടുപോയി. അവൻ സ്വതന്ത്രമായി. എന്തൊരു വചനമാണിത്!
അവൻ അധികാരത്തോടും ശക്തിയോടും കൽപ്പിക്കുന്നു, പിശാച് വിട്ടുപോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിശാച് വിട്ടുപോകും. ഏതാനും നാളുകൾക്ക് മുമ്പ് പ്രാർത്ഥിക്കാൻ ഇതുപോലൊരു കൺവെൻഷൻ നടക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ വന്ന ഒരു ചെറുപ്പക്കാരൻ, ഞാനിപ്പോൾ എറണാകുളത്ത് ജോലി ചെയ്യുന്നു. ആ ചെറുപ്പക്കാരന് അവൻ്റെ ജീവിതത്തിൽ വന്ന ഒരു തെറ്റ്, അതിൻ്റെ ഫലമായിട്ടുണ്ടായ ഒരു ബന്ധനം. അവന് എറണാകുളത്തൊരു 5 സ്റ്റാർ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന സമയം ഒരു അക്രൈസ്തവ പെൺകുട്ടിയായിട്ട് സ്നേഹമായിരുന്നു. അവർ പാപകരമായ ജീവിതമൊക്കെ നയിച്ചിട്ടുണ്ട്. ഒരു ദിവസം ഇവനോട് പറഞ്ഞു, എനിക്ക് നിന്നെ വേണ്ട, നിന്നെ കെട്ടാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഈ ചെറുപ്പക്കാരൻ, അവർ ജോലിക്കാർ താമസിക്കുന്നൊരു വീടുണ്ട്, ആ ഹോട്ടലിൽ ജോലിക്കാർ താമസിക്കുന്ന വീടുണ്ട്. അവൻ ആ ഡ്യൂട്ടി സമയം കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പോയിട്ട് അവൻ താമസിക്കുന്ന മുറി കയറി, ഇവിടെ ഫാനയിലോട്ട് ഒരു മുണ്ട് കെട്ടി, എന്നിട്ട് ഇവൻ ഫാനയിൽ തൂങ്ങി, ആത്മഹത്യക്ക് വേണ്ടി തൂങ്ങി. അന്ന് അവനുണ്ട് ഒരു 22 വയസ്സേ ഉള്ളൂ. ഇപ്പോൾ അവന് ഒരു 30 വയസ്സ് പ്രായമുണ്ട്. ഫാനെ തൂങ്ങി. അണ്ണാ, ഈ പെണ്ണ് പറഞ്ഞു, നിന്നെ എനിക്ക് വേണ്ട, നിന്നെ കെട്ടാൻ തയ്യാറില്ലെന്ന് പറഞ്ഞു. ആ പെട്ടെന്നുള്ള നിരാശയിൽ ഇവൻ പോയി തൂങ്ങിയതാണ്. അപ്പോൾ ആ സമയത്ത് ആണ് വേറെ ജോലിക്കാർ മുറിയിലേക്ക് വന്നപ്പോൾ ഇവനിങ്ങനെ പെടഞ്ഞുകൊണ്ടിരിക്കുക. ബഹളം കേട്ട് കഥ തുറന്നു, ഇവനെ വെട്ടി താഴെ ഇട്ടു, മുണ്ട് കണ്ടിച്ച് താഴെ ഇട്ടു, താഴെ വീണു. അവർ ഇടിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെയൊക്കെ ഇടിച്ചു, എന്തുമായിട്ട് ആശുപത്രി കൊണ്ടുപോയി. എന്നാലും കൊള്ളാം, മരിച്ചില്ല, ആൾ രക്ഷപ്പെട്ടു. ഇവനെ എന്നെ എടുക്കുക പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നു. ഞാൻ ഇവനായിട്ട് സംസാരിച്ചു. അന്ന് നിരാശയിൽ പോയി ചെയ്തതാണ്, പെട്ടെന്നൊരു തോന്നൽ ആത്മഹത്യ ചെയ്യണമെന്ന്. ഞാനിതെല്ലാം കേട്ടിട്ട് ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഇവനെ നെറ്റിൽ കുരിശ് വരച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. ഏതാനും സെക്കൻഡ് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ കാണുന്ന കാഴ്ച, ഇവനിങ്ങനെ കഴുത്ത് ഇങ്ങനെ വലിച്ചു പിടിക്കുക, ഇങ്ങനെ കണ്ണൊക്കെ മിഴിച്ച് കഴുത്ത് ഇങ്ങനെ വലിച്ചു പിടിച്ച് ഞാൻ ശരിക്കും ബന്ധിച്ച് പ്രാർത്ഥിക്കുക. യേശുനാഥൻ പെട്ടെന്ന് വീണ് കഴിഞ്ഞിട്ട് ഇവനെ അലറുക, അവിടെ കിടന്ന് ഉരുളുക. നമ്മുടെ ടീമോട് 5-8 പേര് പിടിച്ചിട്ട് നിൽക്കുന്നില്ല, അലറുകയാണ്, കിടന്ന് ഉരുണ്ടി ബഹളം വെക്കുക. അവർ ബലമായിട്ട് പിടിച്ചു. ഞാൻ എന്നിട്ട് വീണ്ടും തലയ്ക്ക് വെച്ച് ബന്ധിച്ച് കുറച്ച് സമയം പ്രാർത്ഥിച്ചു. ശാന്തമായി അവിടെ കിടക്കുക. ഞങ്ങൾ വിശ്വാസപ്രവണമൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഈ ചെറുപ്പക്കാരൻ എണീറ്റ് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, നിനക്ക് എന്താ ഫീൽ ചെയ്തേ? അവൻ പറയുക, ബ്രദർ എൻ്റെ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കഴുത്തിൽ ഒരു കയറ് മുറുകുന്ന ഒരു അനുഭവം. 2 സൈഡിൽ നിന്ന് 2 പേര് വലിച്ചെൻ്റെ കഴുത്ത് മുറുക്കുകയാണ്. എനിക്ക് ശ്വാസം കിട്ടാതെ ഞാൻ വിഷമിക്കായിരുന്നു, ഞാൻ അലറി എന്ന് പറഞ്ഞ് വീണു. ഞാൻ എന്ത് സംഭവിച്ചപ്പം ലാസ്റ്റ് ബ്രദർ പ്രാർത്ഥിക്കുമ്പോൾ ഈ കയറ് ഇങ്ങനെ പൊട്ടിപ്പോകുന്ന അനുഭവം ഉണ്ടായി. കയറ് പൊട്ടിപ്പോയി, ഞാൻ അടിച്ചു വീണെന്ന് പറഞ്ഞു. പിന്നെ അവിടെ തറ വീണ് കിടക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അവൻ പറയുകയാണ്, എൻ്റെ ശരീരത്തിൽ നിന്ന് ആരോ ഒരു വ്യക്തി ഇറങ്ങിപ്പോയി, ആരോ ഒരു വ്യക്തി എൻ്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോയി എന്നാണ് അവൻ സാക്ഷ്യപ്പെടുത്തുന്നത്. ഒരു ഭയങ്കര സാക്ഷ്യമാണ്. അത് കഴിഞ്ഞ് കുറേ കാലം നമ്മുടെ ധ്യാനത്തിന് പ്രേക്ഷിതനായിട്ടൊക്കെ വന്നാലും മിടുക്കരായി. അതോടെ അവന് ശരിക്കും ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ഡെലിവറൻസ് കൊടുത്തു. ആ ചെറുപ്പക്കാരനെ നയിച്ച സ്പിരിറ്റ്, സൂയിസൈഡ് ടെൻഡൻസി, ആത്മഹത്യ പ്രവണത കൊടുക്കുന്ന ആത്മാവാണ് അവനെ നയിച്ചത്, ആത്മഹത്യയിലേക്ക് കൊണ്ടുപോയത്. എന്തായാലും അവൻ രക്ഷപ്പെട്ടു. ഹല്ലേലൂയ. വന്ധ്യതയുടെ ആത്മാവ്, ആത്മഹത്യയുടെ ആത്മാവ്, അബോർഷൻ സൃഷ്ടിക്കുന്ന ആത്മാവ്, കുറേ തിന്മയുടെ സ്പിരിറ്റുകൾ ലോകത്തിൽ ആകമാനം വ്യക്തികളിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതുപോലെ ഒരു സ്പിരിറ്റാണ് അവിശ്വാസത്തിൻ്റെ ദുരാത്മാവ്, അൺഫെയ്ത്ത്. ഫെയ്ത്ത് ഇല്ല, വിശ്വാസമില്ല. ദൈവത്തിൽ വിശ്വാസമില്ല, സഭയിൽ വിശ്വാസമില്ല. വിശ്വാസമില്ലാത്തൊരു സമൂഹം ഇന്ന് പ്രത്യേകിച്ച് യുവജനങ്ങൾ വളർന്നു വരിക. വിശ്വാസത്തിൻ്റെ ആ ഒരു ശക്തി പോയി, അവിശ്വാസത്തിൻ്റെ ദുരാത്മാവ് ബന്ധിക്കപ്പെട്ട ഒരു അവസ്ഥയിൽ ധാരാളം പേരുണ്ട്. അതുപോലെ മറ്റൊരു സ്പിരിറ്റാണ് സഭാ വിരുദ്ധതയുടെ ദുരാത്മാവ്. സഭയ്ക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ശക്തമായ സ്പിരിറ്റ് ഇന്ന് കണ്ടമാനം വ്യക്തികളിൽ പ്രവർത്തിക്കുന്നുണ്ട്, മീഡിയയിലൊക്കെ പ്രവർത്തിക്കും. അത് സഭാവിരുദ്ധതയുടെ ഒരു സ്പിരിറ്റാണ്. അതൊരു ഒരു 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 കൂട്ടം പിശാചുകളാണ്. വ്യക്തികളിലുമുണ്ട്, അല്ലാതെ എല്ലാം ഈ തിന്മയുടെ ആത്മാവ് പ്രവർത്തിക്കുന്നത്. സഭാവിരുദ്ധതയുടെ ദുരാത്മാവ് സഭയ്ക്കെതിരെ പോരാട്, സഭയെ നശിപ്പിക്കാൻ വേണ്ടി, അല്ലെ വിശ്വാസം നഷ്ടപ്പെടുത്താൻ വേണ്ടി, വൈദികർക്കെതിരെ, സഭയ്ക്കെതിരെ, ദൈവശുശ്രൂഷക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു സ്പിരിറ്റുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ അരൂപികൾ
പൈശാചിക അരൂപികൾ ലോകത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മതബോധന ഗ്രന്ഥത്തിൽ നമ്മൾ കേട്ടു, CCC 414 ഒരിക്കൽ കൂടി വായിക്കുന്നു. സാത്താൻ അഥവാ പിശാച്, മറ്റ് ദുർഭൂതങ്ങൾ എന്നിവർ പാപം മൂലം അധപ്പതിച്ച ദൈവദൂതന്മാരാണ്. ദൈവത്തെയും അവിടുത്തെ പദ്ധതിയെയും ധിക്കരിക്കുവാൻ അവർ സ്വതന്ത്രരായി തീരുമാനിച്ചു. ദൈവത്തിനെതിരെയുള്ള അവരുടെ തീരുമാനം അന്തിമമാണ്. ദൈവത്തിനെതിരായുള്ള തങ്ങളുടെ സമരത്തിൽ മനുഷ്യരെ ഉൾപ്പെടുത്താൻ പിശാചുക്കൾ നിരന്തരം പരിശ്രമിക്കുന്നു. പിശാചുക്കൾ, ദുർഭൂതങ്ങൾ, തിന്മയുടെ അരൂപികൾ ഉണ്ട് എന്ന് തന്നെയാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നത്. ഇത് ഞാൻ എഴുതിയൊരു പുസ്തകമാണ്, ബന്ധിതർക്ക് മോചനം. ഇതിനകത്ത് ഒരു അധ്യായത്തിൽ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന പിശാചിൻ്റെ മേഖലയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ചേർത്തിട്ടുണ്ട്. 9-ാമത്തെ അധ്യായം കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ സാത്താനെക്കുറിച്ച് ആധികാരികമായിട്ട് സഭ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് 9-ാം അധ്യായം. ഈ പുസ്തകം എഴുതിയപ്പോൾ ആത്മാപ്രേരണ എന്നാണ് ആ ഒരു കാര്യം കൂടി ചേർത്തത്. അത് വളരെ ആവശ്യമാണ്. അതുപോലെ തന്നെ ഈ പുസ്തകത്തിൽ സാത്താനെ ബന്ധിച്ച് പ്രാർത്ഥിക്കാനായിട്ട് 125ഓളം ദൈവവചനങ്ങളുണ്ട്. 125ഓളം ദൈവവചനങ്ങൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഉണ്ട്. വചനം പറഞ്ഞ് ബന്ധിച്ച് പ്രാർത്ഥിക്കാനായിട്ടുള്ള വചനങ്ങൾ. ഈ പുസ്തകം മേടിക്കുക, വചനം വെച്ച് പ്രാർത്ഥിച്ചാൽ തന്നെ മതി, വിടുതലാണ്. ഇനി ഡെലിവറൻസിന് വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട്. പിന്നെ കുറേ കാര്യങ്ങൾ. ശരിക്കും ഡെലിവറൻസിൻ്റെ മേഖല, ശാപത്തിൻ്റെ മേഖലയാണ് ഈ പുസ്തകത്തിലെ കണ്ടൻറ്റ്, ഇതിനകത്തെ വിഷയം. ഇനി ഈ പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു അനുഭവം പറഞ്ഞാൽ ഇതിൻ്റെ ശക്തി നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഈ പുസ്തകം ഞാൻ എഴുതിയതിന് ശേഷം ഇത് ഒന്ന് ലേഔട്ട് ചെയ്ത് പ്രിൻ്റ് ചെയ്യാനായിട്ടുള്ളൊരു പരിശ്രമം ആരംഭിച്ചു. അപ്പോൾ തന്നെ പല വിധത്തിൽ ഇതിൻ്റെ തടസ്സങ്ങൾ വരാൻ തുടങ്ങി. കോട്ടയത്തുള്ള നന്മ ക്രിയേഷൻസാണ് ഇതെല്ലാം നമ്മുടെ ബുക്സ് എല്ലാം ചെയ്യുന്നത്. അവർ നല്ല പ്രാർത്ഥിക്കുന്നൊരു സമൂഹമാണ്. അങ്ങനെ അവർ വർക്കുകൾ ആരംഭിച്ചപ്പോൾ മുതൽ അവർക്കും ഓരോ പ്രശ്നങ്ങൾ, തുടരെ അവർക്കും വിഷയങ്ങളാണ്. കംപ്ലീറ്റ് ഈ ബുക്കിൻ്റെ വർക്ക് നടന്നു. അത് കഴിഞ്ഞിട്ട് സംഭവിച്ചത്, പ്രിൻ്റ് എടുക്കുന്നതിന് മുമ്പ് അവിടെ കമ്പ്യൂട്ടർ നോക്കുമ്പോൾ കമ്പ്യൂട്ടർ അടിച്ചുപോയി. അവിടെ കമ്പ്യൂട്ടർ, ലക്ഷങ്ങൾ വരുന്ന കമ്പ്യൂട്ടർ അടിച്ചുപോയി. വീണ്ടും ഞാൻ അവിടെ ചെന്നപ്പോൾ ചോദിച്ചപ്പോൾ ഇതാണ് അവസ്ഥ എന്ന് പറഞ്ഞു. വീണ്ടും അവിടെ ചെന്നു, പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാമെന്ന് പ്രാർത്ഥിച്ചു. അവർ വീണ്ടും വർക്ക് ആരംഭിച്ചു. അതിനുശേഷം അവിടെ ഓഫീസിൽ, വലിയ ഒരു ഓഫീസാണ്, അവിടെ കംപ്ലീറ്റ് കമ്പ്യൂട്ടറിൽ നമ്മുടെ ഈ പുസ്തകം ലേഔട്ട് ചെയ്ത് അവർ കയറ്റിയിട്ടു. പറഞ്ഞു, ബ്രദറെ എവിടെയെങ്കിലും പോയാലും അടുത്തതിനകത്ത് കിട്ടണം, അതിന് വേണ്ടി ഇട്ടിരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെ വർക്ക് വീണ്ടും, അത് കഴിഞ്ഞൊരു 3 മാസം കൂടെ താമസിച്ചു, വർക്കെല്ലാം ചെയ്തു. അപ്പം നമ്മൾക്ക് ഇവിടെ കറുകുറ്റിയിൽ നമ്മുടെ കൺവെൻഷൻ നടക്കുക. അപ്പോൾ ആ കൺവെൻഷൻ ഇറക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടക്കുകയാണ്. അന്നേരം സംഭവിച്ചെന്താണെന്നറിയാവോ? കൺവെൻഷന് ഈ പുസ്തകം പ്രകാശനം ചെയ്യണം, പിതാവ് വരും, ബോസ്കോ പിതാവ് വരുന്നത് പ്രകാശനം ചെയ്യുന്നൊക്കെ ആഗ്രഹിച്ച്. അപ്പോൾ അവിടെ വർക്ക് നടക്കുമ്പോൾ എന്നെ വിളിച്ചു, ബ്രദറെ അവിടെ ഒരു പ്രസ്, നല്ല പ്രസ്സാണ്, അതായത് കോടികൾ വരുന്ന മിഷണറീസുള്ള വലിയൊരു പ്രസ്, അവിടെ നമ്മുടെ ഈ പുസ്തകം അച്ചടി ആരംഭിച്ചു. 145 പുസ്തകം അടിച്ചു കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ് പ്രസ് നിന്നുപോയി. ആ പ്രസ്സിൻ്റെ ചരിത്രത്തിൽ ആദ്യമാണ് പ്രസ് വർക്ക് ചെയ്യുന്നില്ല, പ്രസ് മൂവ് ചെയ്യുന്നില്ല, ഒരു മിഷണറിയും വർക്ക് ചെയ്യുന്നില്ല. നടന്ന സംഭവങ്ങളാണ് പറയുന്നത്. പിന്നെ അവിടെ നിന്ന് കംപ്ലീറ്റ് അതെടുത്തിട്ട് ഇതെല്ലാം കൊണ്ടുപോയിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു, ഇതാണ് അവസ്ഥ. ഞാൻ ടീമിൽ പറഞ്ഞു, ഞങ്ങൾ ശക്തമായിട്ട് ഡെലിവറൻസിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അടുത്ത ഒരു പ്രസ്സിൽ കൊണ്ടുപോയി അവിടെ അവർ പ്രിൻറ്റിങ് ആരംഭിച്ചു. എല്ലാം ശക്തമായ പ്രാർത്ഥന. 500 പുസ്തകം അടിച്ചു കിട്ടി. ഇനി ബാക്കിയുടെ കേൾക്കണം കേട്ടോ. കൺവെൻഷൻ്റെ വ്യാഴാഴ്ച, വെള്ളിയാഴ്ച പുസ്തകം അടിച്ചു. അപ്പം ശനിയാഴ്ച ഈ പുസ്തകം 500 പുസ്തകം കറുകുറ്റിക്ക് കൊണ്ടുവരണം. ഞാൻ വെള്ളിയാഴ്ച പോയിട്ട് വീട്ടിലേക്ക് പോയി. ശനിയാഴ്ച എനിക്ക് ചിറ്റടിയിൽ ഏകദിനം കഴിഞ്ഞ് കറുകുറ്റിക്ക് വൈകുന്നേരം എത്തണം. അന്ന് രാവിലെ ഞാൻ നവീകരണ ശുശ്രൂഷ ജീവിതം ആരംഭിച്ചിട്ട് 37 വർഷമായി. എൻ്റെ 25ാമത്തെ വയസ്സിൽ ധ്യാനം കൂടി കർത്താവിൻ്റെ ശുശ്രൂഷയിലേക്ക് വന്നതാണ്. അന്ന് സംഭവിച്ചത്, അന്ന് ശനിയാഴ്ച രാവിലെ വണ്ടിയിൽ ചിറ്റടിയിലേക്ക് പോകുമ്പോൾ ആദ്യമായിട്ട് മുണ്ടക്കയത്ത് വെച്ച് നേർക്ക് നേരെ വേറെ ആളെ വണ്ടി ഓടിച്ചുന്നത്, നമ്മൾ പോയ വണ്ടി കൂട്ടിയിടിച്ചു. മറ്റേ ആളുടെ വണ്ടിയെല്ലാം തകർന്ന് നമ്മുടെ ഒരു സൈഡെല്ലാം പോയി. അന്നേരം ഈ സമയത്ത് നമ്മുടെ ട്രാവലർ കോട്ടയത്ത് അവിടുന്ന് ഈ പുസ്തകം എടുക്കാനായിട്ട് കയറ്റിക്കൊണ്ട സമയം. അപ്പോൾ തന്നെ ഞാൻ വിളിച്ചു,
നിങ്ങൾ പുസ്തകം കയറ്റിയിട്ട് കൊന്ത ചൊല്ലി വളരെ സാവധാനമേ വണ്ടിയായിട്ട് കറുകുറ്റിക്ക് ഒരാൾ നോക്കും. ഈ പുസ്തകം ഇറങ്ങുന്നൊരു ചരിത്രമാണ്. 500 പുസ്തകം കിട്ടി. ഈ പുസ്തകം മൂലം അനുഗ്രഹിക്കപ്പെട്ടവർ 100 കണക്കിന് ആളുകളുടെ സാക്ഷ്യങ്ങൾ ഇപ്പോൾ ഉണ്ട്. ഈ പുസ്തകം കയ്യിലെടുക്കുമ്പോൾ തന്നെ വിടുതൽ അനുഭവിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അടുത്ത നാളിൽ ഒരു സഹോദരി പറയുകയാണ്, ഈ പുസ്തകം എടുത്തിട്ട് എന്തോ ഭയങ്കര അസ്വസ്ഥ, തലേ വെച്ചിങ്ങനെ അങ്ങോട്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എന്തോ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നൊരു അനുഭവം ഉണ്ടായിരുന്ന ഒരാൾ ഇങ്ങനെ പങ്കുവെച്ചു. കാരണം ഈ കംപ്ലീറ്റ് ദൈവത്തിൻ്റെ വചനവും ആധികാരികമായിട്ട് സഭ പഠിപ്പിച്ച കാര്യങ്ങളുമാണ് ഈ പുസ്തകം മുഴുവൻ. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, ഈ പുസ്തകം ഇറക്കിൻ്റെ പിന്നുള്ള ഈ സംഭവം ബഹുമാനപ്പെട്ട ഷാജൻ തേരവണോച്ചൻ ഇതിനകത്തൊരു ആശംസ ചെയ്തിരുന്നു. ഞാൻ അച്ഛനെ വിളിച്ചു പറഞ്ഞു, അച്ഛാ ഇതുപോലെ സംഭവം. അച്ഛൻ പറഞ്ഞു, ഇത് അനേകർക്ക് വിടുതലിന് വേണ്ടി ദൈവം ഒരുക്കുന്നുകൊണ്ടാണ് ഈ തടസ്സമെല്ലാം ഉണ്ടായത്. ശരിക്കും പറഞ്ഞാൽ ഈ പുസ്തകം എഴുതി കഴിഞ്ഞാൽ ഒരു വർഷമെങ്കിലും കഴിഞ്ഞ് ഈ പുസ്തകം നമുക്കൊന്ന് പുറത്ത് ഇറക്കാനായിട്ട് സാധിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് കരമേറ്റ് പിടിച്ച് ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ ആരാധന, ആരാധന. നന്നായിട്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ ആരാധന, സ്തുതിക്കുന്നു, കരമടിച്ച് സ്തുതിക്കാമോ? ഹല്ലേലൂയ. ശക്തിയോടെ കരമടിച്ച്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില് 14-ാം അധ്യായത്തില് 12 മുതൽ 15 വരെയുള്ള വചനങ്ങൾ. ഉഷസ്സിന്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ, നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു? ഉഷസ്സിന്റെ പുത്രനായ പ്രഭാത നക്ഷത്രം ആരാണ്? ലൂസിഫർ. എങ്ങനെ വീണു? ജനതകളെ കീഴടക്കിയിരുന്ന നിന്നെ എങ്ങനെ തറയിൽ വെട്ടുവീഴ്ത്തി? ആരാ വെട്ടുവീഴ്ത്തിയത്? സെയിന്റ് മൈക്കിൾ. നീ തന്നെത്താൻ പറഞ്ഞു, ഞാൻ സ്വർഗത്തിലേക്ക് കയറും, ഉന്നതത്തിൽ ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്കുപരി എൻ്റെ സിംഹാസനം ഞാൻ സ്ഥാപിക്കും. ദൈവത്തിൻ്റെ മുകളിൽ കയറി ഞാൻ സിംഹാസനം ഉണ്ടാക്കുമെന്നാണ് ലൂസിഫർ അഹങ്കാരം പറഞ്ഞത്. അക്കൂട്ടത്തിൽ കുറേയേറെ പിശാചുകൾ കൂടി, മാലാഖമാർ കൂടി, അവരെല്ലാം പിശാചായിട്ട് മാറി. ഉത്തരദിക്കിന്റെ അതിർത്തിയിലെ സമാഗമ പർവ്വതത്തിന്റെ മുകളിൽ ഞാൻ ഇരിക്കും. ഉന്നതമായ മേഘങ്ങൾക്ക് മീതെ ഞാൻ കയറും. ഞാൻ അത്യുന്നതനെ പോലെയാകും. അഹങ്കാരം ചില്ലറ വല്ലതുമാണോ? അത്യുന്നതനായ ദൈവത്തെ പോലെ ഞാൻ ആകുമെന്നാണ് സാത്താൻ പറയുന്നത്. എന്നാൽ നീ പാതാളത്തിൻ്റെ അഗാധ ഗർത്തങ്ങളിലേക്ക് തള്ളിയിടപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ലൂസിഫറും അവന്റെ ദൂതന്മാരെയും വിശുദ്ധ മിഖായേലിന്റെ നേതൃത്വത്തിൽ പരാജയപ്പെടുത്തി. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ പൈശാചിക ശക്തികളെക്കുറിച്ചുള്ള നല്ലൊരു അറിവ് കത്തോലിക്കർക്ക് വിശ്വാസികൾക്ക് ഉണ്ടാവണം. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.